എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതായത് വി നോ സംതിങ് ഈസ് റോങ്, പക്ഷേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. മറ്റേ മീമില്ലേ, അത് തന്നെ. മെയിൻ സ്ട്രീം മീഡിയക്കാർ അവരുടെ നെറേറ്റീവ് പറയും, ഇതാണ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇൻ്റർനെറ്റിലെ ആൾക്കാർ പറയും അങ്ങനെയൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ വേറെ കുറച്ച് കളികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ നെറേറ്റീവ് ഉണ്ടാക്കും. ആക്ച്വലി ഇത് രണ്ട് കമ്പയർ ചെയ്താൽ എന്തവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഭ്രാന്തായി പോകും. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെ ഇൻഡിഗോ എയർലൈൻസും ബാക്കിയുള്ള എയർപോർട്ടുകളിലൊക്കെ ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ക്യാൻസലായിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർ വഴിയാതായിട്ടും കരച്ചിലും പിഴിച്ചിലും അടി ഇടിയും ഒക്കെയാണ് ഇപ്പോൾ മൊത്തം എയർപോർട്ടിൽ നടക്കുന്നത്. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയുള്ളൂ, അതാണ് സത്യം. ഇപ്പം ഇത് എന്തുകൊണ്ടാണ് നടന്നത് എന്ന് അറിയാലോ. അതായത് ഈ DGCA നമ്മുടെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു നിയമം കൊണ്ടുവന്നാണ്. പൈലറ്റുമാർക്ക് കുറച്ചുകൂടെ റെസ്റ്റ് വേണം. 36 മണിക്കൂർ ഒരാഴ്ചയിൽ നിന്ന് 48 മണിക്കൂറാക്കി. അതേപോലെ ഈ നൈറ്റ് ലാൻഡിംഗ് ഒക്കെ 6 എണ്ണം ചെയ്യായിരുന്നു, അതിപ്പോൾ 2 എണ്ണമാക്കി ചുരുക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? കൂടുതൽ പൈലറ്റുമാരിന് ഇനി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്നും ഈ ഇൻഡിഗോക്കാർ ചെയ്തില്ല. ഒരു കൊല്ലം മുന്നേ പറഞ്ഞാണ്, ഇതുവരെ ചെയ്തില്ല. അതുകൊണ്ടാണ് മൊത്തം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് മാത്രം ഇതെന്താണ് പ്രശ്നം, വേറെ എയർലൈൻസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെയാണ് വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്. 70% ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ 70% എയർലൈൻസും കൺട്രോൾ ചെയ്യുന്നത് ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ക്ലിയർ മോണോപ്പൊളിയാണ് അവർക്ക്. അതേപോലെ അവരൊരു ലീൻ സ്റ്റാഫിംഗ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഭയങ്കര ബഡ്ജറ്റിൽ ആണ് അവർ എല്ലാ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്നതും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ പറഞ്ഞു തരുന്ന ന്യൂസ്. ഇനി ഇതിൻ്റെ പിന്നിൽ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്ത് വേണം? കുറേ പൈലറ്റുമാരിനെ പുതിയതായിട്ട് വേണം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈലറ്റുമാരിൻ്റെ കമേഴ്ഷ്യൽ ലൈസൻസ് ഒക്കെ കിട്ടുന്ന ആ ഒരു ഏജൻസി ഏതാണ്? FSTC എന്ന് പറയും, ഫ്ലൈറ്റ് സിമുലേഷൻ ടെക്നിക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റർ. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈലറ്റുമാർക്കുള്ള ട്രെയിനിങ്ങും അവർക്കുള്ള ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു ഏജൻസി. ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിയില്ലേ, നമ്മുടെ അദാനി മാമൻ 72.8% ഷെയർ ഈ FSTCൻ്റെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഒരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ കൊല്ലം തന്നെ DGCAക്കാർ ഈ നിയമം പാസ്സാക്കിയത് എന്തിനായിരുന്നു? ഈ പൈലറ്റുമാർക്ക് ഒരുപാട് റെസ്റ്റ് കൊടുത്ത് അവരിനെയൊക്കെ നന്നാക്കാനാണോ, അതോ FSTCക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാണോ? സപ്ലൈ ആൻഡ് ഡിമാൻഡ് അറിയാലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനൊരു നിയമം വന്നു എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അത് മെയിൻ സ്ട്രീം മീഡിയയിൽ ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റിലേ അത് ഉണ്ടാവുള്ളൂ.